സാധാരണക്കാരുടെ കോടതിയാണ് പോലീസ് സ്റ്റേഷൻ. ഇവിടെ കിട്ടാത്ത ഒരു നീതിയുമില്ല. ഒരു സൂപ്പർ ഹിറ്റ് സിനിമയിലെ നായകന്റെ മാസ് ഡയലോഗാണിത്. അത് കേട്ട് കൈയടിച്ചവർ ഏറെയാണ്. കാരണം സാധാരണക്കാർക്ക് നീതി നടത്തി കൊടുക്കുന്ന, സത്യത്തിനും നീതിക്കും വേണ്ടി പടപൊരുതുന്ന ഒരു നായകനെ ആണ് അവർ സിനിമയിൽ കണ്ടത്. എന്നാൽ നിത്യജീവിതത്തിൽ ഇത് എത്രത്തോളം ബാധകമാണ്? ജനങ്ങളോട് നേരിട്ട് ഇടപെടുന്ന ഒരു സാമൂഹ്യ സ്ഥാപനമാണ് പോലീസ് സ്റ്റേഷൻ. ഏതൊരാൾക്കും ഏതു സമയത്തും കടന്നു ചെല്ലാൻ കഴിയുന്ന സ്ഥലമാണത്. സമയവും കാലവും നോക്കാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണത്. പക്ഷേ എത്ര പേർക്ക് ധൈര്യത്തോടെ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലാൻ കഴിയുന്നുണ്ട്? അവരെ എത്ര പോലീസുകാർ കേൾക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് ന്യായമായ പരിഹാരം കണ്ടെത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്? സിനിമകളിൽ ധീരോദാത്തനായി നാം വാഴ്ത്തിപ്പാടുന്ന പോലീസ് കഥാപാത്രങ്ങൾ വെറും സാങ്കല്പികവും കഥാപരവും മാത്രമാണ് എന്നും അനുഭവങ്ങൾ കൊണ്ട് അവർ ഹീറോയല്ല വില്ലനാണ് എന്നുമാണ് വർത്തമാനകാലം നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. കാക്കി വേഷം ധരിച്ച വില്ലന്മാർ കേരളത്തിന്റെ തെരുവുകളിലും പോലീസ് സ്റ്റേഷനുകളിലും അഴിഞ്ഞാടുന്ന കാഴ്ച നമ്മെ തളർത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കപ്പെടുന്ന അത്തരം രംഗങ്ങൾ ശ്വാസം അടക്കിപ്പിടിച്ച് മാത്രമേ നമുക്ക് കണ്ടു തീർക്കാൻ കഴിയുകയുള്ളൂ. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പ്രതിയുടെ പിന്നാലെ ഓടിവന്ന് നടുവിൽ ചവിട്ടുന്ന പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ഇരയെ നഗ്നനാക്കി കൊടും പീഡനങ്ങൾക്ക് വിധേയമാക്കുന്ന പോലീസ്, പരാതി പറയാനെത്തിയ ആളോട് തട്ടിക്കയറുകയും പരാതി എടുക്കുകയില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന പോലീസ് ധാർഷ്ട്യത്തിന്റെ, മനുഷ്യത്വ രാഹിത്യത്തിന്റെ മുഖമായി മാറിയിരിക്കുകയാണ് കേരള പോലീസ് എന്ന് അടിവരയിടുന്നതാണ് സമീപ ദിവസങ്ങളിലായി മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും നിറയുന്ന പോലീസിന്റെ രംഗങ്ങൾ. ഇത് താണ്ടാ പോലീസ് എന്നാണോ ഈ സംഭവങ്ങളെല്ലാം നമ്മളോട് പറഞ്ഞു വെക്കുന്നത്? കേരള സമൂഹത്തിൽ ഏറെ ചർച്ചയ്ക്ക് ഇടയാക്കിയ കുന്നംകുളം പീച്ചി പോലീസ് സ്റ്റേഷനുകളിലെ നരനായാട്ടുകളുടെ ചിത്രങ്ങൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ഷെക്കേന ന്യൂസിന്റെ ഇന്നത്തെ ന്യൂസ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് പോലീസിന് എന്തു പറ്റി എന്നുള്ളതാണ്. ഇങ്ങനെയാണോ പോലീസ് പെരുമാറേണ്ടത് എന്നാണ്. എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. നഗരം, സംസ്ഥാനം തുടങ്ങിയ അർത്ഥങ്ങളുള്ള ഗ്രീക്ക് ഭാഷയിലെ പോലീസ് എന്ന പദത്തിൽ നിന്നാണ് ഇന്ന് പ്രചാരത്തിലുള്ള പോലീസ് എന്ന വാക്ക് ഉത്ഭവിക്കുന്നത്. പൊതുജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയും അവർക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുന്ന ഒരു ശക്തിയായിട്ടാണ് പോലീസ് സമ്പ്രദായം കാലഘട്ടങ്ങളിലൂടെ വളർന്ന് വികസിച്ച് ഇന്ന് കാണുന്ന വിധത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിലൂടെയും കോളനി വ്യവസ്ഥകളിലൂടെയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു വന്ന പോലീസ് ഭരണ സമ്പ്രദായം പതുക്കെ അതാത് രാജ്യങ്ങളിൽ സ്ഥാപിക്കപ്പെടുകയായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കടന്നുവരവോടെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പോലീസ് വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിക്കപ്പെട്ടത്. ദേശാധിപന്മാരും സൈന്യങ്ങളും ദേശാളന്മാരും നാട്ടുകാർക്കിടയിലെ തർക്കങ്ങൾ പരിഹരിക്കുകയും സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്ന ഒരു കാലത്തേക്കാണ് പുതിയ രൂപത്തിലും ഭാവത്തിലും ബ്രിട്ടീഷ് പോലീസ് കടന്നു വരുന്നത്. 1857 ശിപ്പായി ലഹളയ്ക്ക് ശേഷം ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യയെ കൂടുതൽ നിയന്ത്രണത്തിൽ ആക്കുകയായിരുന്നു. 1961 കൊണ്ടുവന്ന ഇന്ത്യൻ പോലീസ് ആക്ടാണ് ആധുനിക പോലീസിന്റെ തുടക്കം. ജനങ്ങളെ നിയന്ത്രിക്കുക, കലാപങ്ങളും പ്രതിഷേധങ്ങളും അടിച്ചമർത്തുക എന്നിവയായിരുന്നു പോലീസ് സംവിധാനത്തിന്റെ സുപ്രധാനമായ ലക്ഷ്യങ്ങൾ. തിരുവിതാംകൂർ, കൊച്ചി എന്നീ നാട്ടുരാജ്യങ്ങളിലും പിന്നീട് മലബാറിലും പോലീസ് സൈന്യം ശക്തി ഉറപ്പിക്കുകയുണ്ടായി. കുറ്റകൃത്യങ്ങൾ തടയുക, കുറ്റകൃത്യങ്ങൾ അന്വേഷിച്ച് കുറ്റവാളികളെ പിടികൂടുക, കോടതിക്ക് വേണ്ട തെളിവുകൾ ശേഖരിക്കുക, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കുക, പൊതുയോഗങ്ങൾ, സമരങ്ങൾ, കലാപങ്ങൾ എന്നിവ നിയന്ത്രിച്ച് സമൂഹത്തിൽ സമാധാനം നിലനിർത്തുക, ഗതാഗത നിയമങ്ങൾ പാലിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുക, പ്രകൃതി ദുരന്തങ്ങളിലോ അപകടങ്ങളിലോ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക എന്നിങ്ങനെ വലുതും പ്രധാനപ്പെട്ടതുമായ ചുമതലകളാണ് പോലീസിനുള്ളത്. കേരള പോലീസിനും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസിനും സാധാരണയായി ഒരേ രീതിയിലുള്ള ഘടനയാണ്. DGP മുതൽ തദ്ദേശ പോലീസ് സ്റ്റേഷനുകളിലെ പോലീസ് ഓഫീസർമാർ വരെയാണ് ക്രമീകരണം. ഓരോ ജില്ലയിലും ജില്ലാ പോലീസ് മേധാവി പ്രവർത്തിക്കുന്നു. പോലീസ് ഏത് തരത്തിൽ എങ്ങനെ രൂപപ്പെട്ടാലും സാധാരണക്കാരും അക്രമികളും ഒന്നുപോലെ അവരെ തുടക്കം മുതൽ ഭയപ്പെട്ടിരുന്നു എന്നുള്ളതാണ് സത്യം. ചെറുപ്രായത്തിൽ തന്നെ പോലീസുകാരെ കുറിച്ചുള്ള പേടിപ്പിക്കുന്ന ചിത്രം എല്ലാവരുടെയും മനസ്സിൽ കയറിക്കൂടിയിട്ടുണ്ട് എന്നതും നിഷേധിക്കാൻ ആവാത്തതാണ്. അധികാര ദുർവിനിയോഗം, മർദ്ദനം, കസ്റ്റഡി മരണം, രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ എന്നിവ പോലീസിനെ ഭയപ്പെടുന്നതിന് കാരണമായി മാറിയിട്ടുണ്ട്. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനേക്കാൾ
ഭരണാധികാരികളുടെ ഉത്തരവുകൾ നടപ്പിലാക്കുന്നതിലുള്ള അവരുടെ ശ്രദ്ധയും മുൻഗണനയും തന്നെ ആയിരുന്നിരിക്കാം സാധാരണ ജനങ്ങളെ പോലീസിൽ നിന്ന് ഇതുപോലെ അകറ്റി നിർത്തിയത്. പ്രതിഷേധങ്ങൾ, സമരങ്ങൾ, തൊഴിലാളി പ്രസ്ഥാനങ്ങൾ എന്നിവ അടിച്ചമർത്തുന്നതിലായിരുന്നു തുടക്കം മുതൽക്കേ പോലീസിന്റെ ശ്രദ്ധ. സ്വാതന്ത്ര്യ സമരകാലത്ത് കേരള പോലീസിന്റെ പ്രധാന ജോലി സ്വാതന്ത്ര്യ സേനാനികളെ പിടികൂടി തടവിലടയ്ക്കുകയും സമരങ്ങൾ അടിച്ചമർത്തുകയും ചോദ്യം ചെയ്യലിന്റെ പേരിലുള്ള മർദ്ദനങ്ങളുമായിരുന്നു. 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭകാലത്ത് പോലീസ് എങ്ങനെയാണ് പെരുമാറിയിരുന്നത് എന്നതിന് നമുക്ക് മുന്നിൽ ചരിത്രം പല തെളിവുകളും നൽകിയിട്ടുണ്ട്. 1947 സ്വാതന്ത്ര്യ പ്രാപ്തിയോടെ പോലീസ് രാജ്യത്തിന്റെ സ്വന്തം ഭരണ സംവിധാനമായി മാറി. പക്ഷേ അപ്പോഴും പോലീസിന്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടായില്ല. കാരണം ബ്രിട്ടീഷുകാർ അവതരിപ്പിച്ച പോലീസ് ആക്ട് തന്നെയാണ് തുടർന്നും നിലനിന്നു പോന്നത്. കേരളത്തിലെ പോലീസും അതിൽ നിന്ന് ഭിന്നമായിരുന്നില്ല. ജനാധിപത്യ വ്യവസ്ഥ വന്നിട്ടും പോലീസിന് മാറ്റമുണ്ടായില്ല എന്നതാണ് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അധികാരത്തിന്റെ ഭാരം തലയ്ക്ക് പിടിക്കുകയും ചോദിക്കാനും പേടിക്കാനും ആളില്ലാത്ത വിധം ജനങ്ങളെ നിർബാധം അടിച്ചമർത്തുകയും ചെയ്യുന്ന പോലീസിനെയാണ് കേരളം കാലാകാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും മികച്ച തെളിവാണ് അടിയന്തരാവസ്ഥയുടെ ആ കാലഘട്ടം. പോലീസ് ക്രൂരതകൾ മറനീക്കി വെളിച്ചത്ത് കൊണ്ടുവന്ന കാലമായിരുന്നു ഇത്. കേരള സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇരുണ്ട അധ്യായം രചിച്ച കാലമാണത്. രാഷ്ട്രീയ പ്രവർത്തകരെയും മാധ്യമ പ്രവർത്തകരെയും തിരഞ്ഞു പിടിച്ച് പീഡിപ്പിക്കുന്നതിലായിരുന്നു അന്ന് പോലീസിന്റെ ശ്രദ്ധ. ലോക്കപ്പ് മരണം, കസ്റ്റഡി മരണം തുടങ്ങിയ പ്രയോഗങ്ങൾ കടന്നു വന്നത് ഇക്കാലഘട്ടങ്ങളിലാണ്. ചോദ്യം ചെയ്യലിന് വേണ്ടി പോലീസ് കൂട്ടിക്കൊണ്ടുവരുന്ന ചെറുപ്പക്കാരും പിന്നീട് ജീവിതത്തിലേക്ക് മടങ്ങി വന്നില്ല. 1976 കോഴിക്കോട് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്ന രാജന്റെ തിരോധാനം അടിയന്തരാവസ്ഥ കാലത്തിന്റെ തീവ്രമായ മുറിവായിരുന്നു. ലോക്കപ്പ് പീഡനം എന്താണ്, എങ്ങനെയാണ് എന്നത് വ്യക്തമായി വരച്ചു കാട്ടുന്ന ഒരു ചിത്രം കൂടിയായിരുന്നു കക്കയം ക്യാമ്പ് എന്ന് പറയുന്നത്. ഇതേ സമയത്ത് തന്നെയാണ് ഫോർട്ട് കൊച്ചിയിലും കാസർഗോഡുള്ള ബുള്ളറ്റ് ബാച്ച് എന്ന പേരിലും പ്രതിഷേധം നടന്നതും പോലീസ് സമരക്കാർക്ക് നേരെ തേർവാഴ്ച നടത്തിയതും. 1975 ഡിസംബർ 10 ഫോർട്ട് കൊച്ചിയിൽ നടന്ന സമാധാനപരമായ പ്രതിഷേധത്തിൽ പോലീസുകാർ പ്രതിഷേധക്കാരെ പൂർണ്ണ നഗ്നരാക്കുകയും ബലമായി നിലത്ത് വീഴ്ത്തി തോക്കുകൊണ്ട് അടിക്കുകയും ചെയ്തു. കൂടാതെ ഡോഗ് മേറ്റിംഗ് പോലുള്ള അപമാനകരമായ ശിക്ഷകൾ നൽകുകയും ചെയ്തു. പ്രതിഷേധിക്കാൻ വന്നവർ ശരീരവും മനസ്സും അപ്പാടെ മുറിവേറ്റവരായാണ് മടങ്ങിപ്പോയത് എന്നുള്ളത് ചരിത്രം. 1976 ജനുവരി 1 കാസർഗോഡ് യുവാക്കൾ അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരം നടത്തിയത്. ബുള്ളറ്റ് ബാച്ച് എന്നായിരുന്നു ഇത് അറിയപ്പെട്ടത്. ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിനെതിരെ ശബ്ദം ഉയർത്തി എന്ന പേരിൽ അവരെ പോലീസ് ക്യാമ്പിൽ കൊണ്ടുപോവുകയും നഗ്നരാക്കി മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് കഥ. ശരീരത്തിൽ ഇരുമ്പ് തണ്ടുകൾ അടിച്ചു കയറ്റുക, ഇലക്ട്രിക് ഷോക്ക് നൽകുക, കാലുകളിൽ റോളർ ഉരുട്ടുക, സ്വകാര്യ ഭാഗങ്ങളിൽ മുളകുപൊടി വിതറുകയും പെട്രോൾ ഒഴിക്കുകയും ചെയ്യുക, ഈർക്കിലി പ്രയോഗം നടത്തുക. അടിയന്തരാവസ്ഥ കാലത്തെ ഇത്തരം ലോക്കപ്പ് ക്രൂരതകൾ ഇക്കാലത്തും പലയിടങ്ങളിലും ആവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. മൂന്നാം മുറ എന്ന പേരിലാണ് ഇവ അറിയപ്പെടുന്നത്. സാങ്കേതികമായും സാമൂഹ്യമായും വളർന്നിട്ടും തികച്ചും പ്രാകൃതമായ ഈ രീതികൾ ഇന്നും പോലീസ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് പോലീസുകാരുടെ ഉള്ളിലെ പ്രാകൃത ഭാവങ്ങളെയാണ് വ്യക്തമാക്കുന്നത്. ലോക്കപ്പിൽ തൂങ്ങി മരിച്ചുവെന്നും ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നും ഒക്കെ പിന്നീട് വാർത്തകളിൽ നിറയുന്ന പല മരണങ്ങളും പോലീസിന്റെ ചില കയ്യബദ്ധങ്ങളായിരുന്നുവെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ 2023 പുറത്തുവിട്ട കണക്ക് പ്രകാരം 2 പതിറ്റാണ്ടിനിടയിൽ ഇന്ത്യയിൽ 1888 കസ്റ്റഡി മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. ഈ മരണങ്ങളിൽ 893 പോലീസുകാർക്കെതിരെ മാത്രമാണ് കേസ് എടുത്തിട്ടുള്ളത്. അതിലും 358 പേർക്കെതിരെ മാത്രമാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ശിക്ഷിക്കപ്പെട്ടവരാകട്ടെ 26 പേര് മാത്രമാണ്. 2023 തന്നെ മറ്റൊരു കണക്ക് പ്രകാരം, അതായത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ കണക്ക് പ്രകാരം പോയ 4 വർഷത്തിനിടെ 7000 ലോക്കപ്പ് മർഡറുകൾ നടന്നുവെന്നാണ്. 2019 മാത്രം 1791 പേരാണ് ലോക്കപ്പുകളിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇന്ത്യൻ ആനുവൽ റിപ്പോർട്ട് ഓൺ ടോർച്ചർ പറയുന്നത്. പിന്നീടുള്ള വർഷങ്ങളിൽ ലോക്കപ്പ് മരണങ്ങളുടെ എണ്ണം കൂടി വരുന്നതല്ലാതെ കുറയുന്നതില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ്. ചില റിപ്പോർട്ടുകൾ പറയുന്നത് ദിവസം 5 പേർ വീതം ഇന്ത്യയിലൊട്ടാകെ ലോക്കപ്പുകളിൽ കൊല്ലപ്പെടുന്നുണ്ട് എന്നാണ്. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ലോക്കപ്പ് മരണങ്ങൾ താരതമ്യേന കുറവാണ്. എങ്കിലും 2021 കണക്ക് പ്രകാരം കേരളത്തിൽ 35ഓളം ലോക്കപ്പ് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 2022 ആയപ്പോഴേക്കും അത് 48ആയി.
ഇക്കണക്കിന് പോയാൽ സാക്ഷരതയിൽ മാത്രമല്ല ലോക്കപ്പ് കസ്റ്റഡി മരണങ്ങളുടെ പേരിലും കേരളം ഒന്നാമത് എത്താനുള്ള ശ്രമമാണ് കണ്ടുവരുന്നത്. വളരെ ഭീകരമാണ് നമ്മുടെ അവസ്ഥ. യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ച സംഭവമാണ് ഇപ്പോൾ പൊതുസമൂഹങ്ങളിൽ പോലീസിന്റെ ക്രൂരതകളെ അപലപിക്കാൻ ഇടയാക്കിയ പ്രധാന സംഭവം. 2023 നടന്ന അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ വർഷങ്ങൾ നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിനൊടുവിൽ കണ്ടെടുക്കപ്പെടുകയും അത് പുറത്തുവിടുകയുമായിരുന്നു. അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് സുജിത്തിനെ പോലീസ് ജീപ്പിൽ നിന്ന് ഇറക്കുകയും സ്റ്റേഷനുള്ളിൽ അർദ്ധനഗ്നനാക്കി നിർത്തി പലതവണ ചെവിട്ടത്ത് അടിക്കുകയും കുനിച്ചു നിർത്തി മുതുകത്ത് കൈമുട്ടുകൊണ്ട് കൂട്ടം കൂടി ഇടിക്കുകയും ചെയ്യുന്നതിന്റെ ഭീകരമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. മർദ്ദനത്തെ തുടർന്ന് സുജിത്തിന്റെ കേൾവിശക്തി ഭാഗികമായി നഷ്ടമാവുകയും ചെയ്തു. ഓർക്കുക, ഒരു മനുഷ്യനോടാണ് ഈ ക്രൂരതകൾ ചെയ്യുന്നത്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ മർദ്ദന രംഗങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ പീച്ചി പോലീസ് സ്റ്റേഷനിലെ മർദ്ദന രംഗങ്ങളും പുറത്തായി. പട്ടിക്കാട് ലാലീസ് ഫുഡ് ആൻഡ് ഫൺ ഹോട്ടൽ ഉടമ KP ഔസേപ്പും മകനും ഹോട്ടൽ ജീവനക്കാരുമാണ് മർദ്ദനത്തിന് ഇരകളായത്. 2023 മെയ് 24 ഈ മർദ്ദനം നടന്നത്. ഈ ദൃശ്യങ്ങളും നിയമ പോരാട്ടത്തിനൊടുവിലാണ് ലഭിച്ചത്. 5 ലക്ഷം രൂപ കൈക്കൂലി കൊടുക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഇതിന്റെ പിന്നാലെ പുറത്തു വന്നു. എത്രയോ ഭീകരമാണ്, ഓർക്കുക. ഈ രണ്ട് സംഭവങ്ങളെ തുടർന്ന് പോലീസിൽ നിന്ന് തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ക്രൂരമായ ദുരനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പലരും രംഗത്ത് വരികയുണ്ടായി. വിവാഹം കഴിഞ്ഞ് 4-ാം മാസം ഭർതൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ആസിയായുടെ മരണവുമായി ബന്ധപ്പെട്ട് കേസ് കൊടുക്കാനായി സ്റ്റേഷനിലെത്തിയപ്പോൾ പോലീസ് പരാതി വലിച്ചെറിയുകയാണ് ചെയ്തത് എന്ന് വെളിപ്പെടുത്തിയത് ആസിയായുടെ അമ്മയായിരുന്നു. ഓൺലൈൻ ഭക്ഷണ വിതരണത്തിനിടയിൽ വിശ്രമിക്കുകയായിരുന്ന തന്നെ അകാരണമായി പോലീസ് ലാത്തി കൊണ്ട് അടിച്ചു എന്ന വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത് റെനീഷ് എന്ന യുവാവായിരുന്നു. 2 വർഷം മുൻപ് നടന്ന സംഭവത്തെക്കുറിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നാണ് റെനീഷിന്റെ വെളിപ്പെടുത്തലുണ്ടായത്. തോർത്തിൽ കരിക്ക് കെട്ടി ലോക്കപ്പിൽ വെച്ച് മർദ്ദിച്ചു എന്ന പരാതിയിൽ 1 വർഷം കഴിഞ്ഞും നടപടി എടുത്തില്ല എന്ന സങ്കടവുമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് തൃശൂർ അന്തിക്കാടുള്ള സുനിൽകുമാർ എന്ന 52-കാരനാണ്. അടൂരിലെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തതിന് ശേഷം സ്വദേശമായ പമ്പാവാലിക്ക് മടങ്ങുമ്പോൾ പോലീസ് ആളുമാറി മർദ്ദിച്ച സംഭവത്തിൽ പരിക്കേറ്റത് സിത്താർമോൾ എന്ന യുവതിക്കാണ്. ലാത്തി കൊണ്ടുള്ള അടിയേറ്റ് ഒടിഞ്ഞ എല്ല് കൂടിച്ചേരാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് ഓർക്കുക. ആളുമാറി മർദ്ദിച്ചു എന്നാണ് ഇക്കാര്യത്തിൽ പോലീസിന്റെ വിശദീകരണം. അതോടെ എല്ലാം കഴിഞ്ഞു. പോലീസിനെതിരെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് പലരും ഇത്തരത്തിൽ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ ക്രൂരരായ പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒന്നാമതുള്ളത് ആലപ്പുഴ DYSP MR മധുവാണ് എന്നാണ് വാർത്തകൾ പറയുന്നത്. കസ്റ്റഡിയിൽ എടുക്കുന്നവരെ അടിച്ച് ചതയ്ക്കുക, ശരീരത്തിൽ ചൊറിയണം തേക്കുക, പോലീസ് വയർലെസ് വെച്ച് നെഞ്ചത്ത് എറിയുക, ചെവിയുടെ ഡയഫ്രം അടിച്ചു പൊട്ടിക്കുക എന്നിങ്ങനെ പോകുന്നു ഈ മധു എന്ന് പറയുന്ന പോലീസുകാരന്റെ ക്രൂരമായ വിനോദങ്ങൾ. എന്താണ് എന്ന് ഓർക്കുക, മനുഷ്യനാണ്, ഒരു മനുഷ്യനാണ്. മനുഷ്യനോട് ചെയ്യുന്ന ക്രൂരതയാണ്. ആരോപണ വിധേയരായവർക്കെതിരെ ശക്തമായ നിയമ നടപടികളൊന്നും സംഭവിക്കുന്നില്ല എന്നതാണ് വാസ്തവം. മാത്രവുമല്ല, പോലീസ് സംഘടനയുടെ തലപ്പത്തുള്ളവരും സർക്കാരിന്റെ പ്രിയപ്പെട്ടവരുമാണ് ഇവർ. 2016 ജൂണിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച മുഖ്യമന്ത്രി പിണറായി പ്രഖ്യാപിച്ചത് കുറ്റവാളികളെയും പോലീസ് സേനയിലെ അഴിമതിക്കാരെയും വെറുതെ വിടില്ല എന്നാണ്. എന്നാൽ ഈ പ്രഖ്യാപനങ്ങളെല്ലാം കടലാസുപുലികൾ മാത്രമായി മാറി. ഏതാനും ചിലരെ ഏതാനും നാളത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നതിൽ ഒതുങ്ങുന്നു പല ശിക്ഷകളും. അതിനുശേഷം ഇവർ തന്നെ പൂർവാധികം ശക്തിയോടെ കസേരയിലെത്തുകയും മർദ്ദന പർവം അങ്ങനെ തുടരുകയും ചെയ്യും. ക്രിമിനലുകളെ അടിച്ചൊതുക്കേണ്ട പോലീസ് തന്നെ ക്രിമിനലായി മാറുന്നുവെന്നതാണ് മേൽപ്പറഞ്ഞ സംഭവങ്ങൾ തെളിയിക്കുന്നത്. സമൂഹത്തിൽ ദിനംപ്രതി അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതിന്റെ പിന്നിലുള്ള കാരണങ്ങളിൽ ഒന്നും ഇത് തന്നെയാണ്. അക്രമികളെ നിയന്ത്രിക്കേണ്ട പോലീസുകാർ അക്രമികളോട് കൂട്ടുചേരുകയും അക്രമികളെ പോലെ പെരുമാറുകയും ചെയ്യുന്നു. പിന്നെ എങ്ങനെയാണ് നാട്ടിൽ ക്രമസമാധാന നില ഉണ്ടാവുന്നത്? 1999 കൺവെൻഷൻ അഗെയിൻസ്റ്റ് ടോർച്ചർ ഓർ അതർ ക്രൂവൽ, ഇൻഹ്യൂമൻ ഓർ ഡീഗ്രേഡിംഗ് ട്രീറ്റ്മെന്റ് ഓർ പണിഷ്മെന്റ് എന്നൊരു കരാറിൽ ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. പോലീസ് അക്രമങ്ങളും പീഡനങ്ങളും കൊലപാതകങ്ങളും പാടില്ല എന്നാണ് ഈ കരാറിലെ വ്യവസ്ഥ. ഒപ്പുവെച്ചു എന്നല്ലാതെ കരാർ വ്യവസ്ഥ പാലിക്കുന്നില്ല എന്നാണ് മേൽപ്പറഞ്ഞ സംഭവങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നത്. പോലീസുകാരുടെ പെരുമാറ്റ രീതി ശാസ്ത്രം വികലമാണെന്നാണ് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുടെ നിരീക്ഷണം. സൗമ്യതയും ദയയും ചിരിയും ആർദ്രതയും തങ്ങളുടെ ജീവിതത്തിലെ ഭാഗമേ അല്ല എന്ന് പോലീസുകാർ ധരിച്ചിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. പൊതുവെ പോലീസുകാർ പരുക്കരും
നിർദ്ദയരുമായിട്ടാണ് കാണപ്പെടുന്നുവെന്നതും അതിനിടയിലാണ് ഏതെങ്കിലും ഒരു പോലീസുകാരൻ സഹാനുഭൂതിയോടെ പെരുമാറുന്ന സംഭവങ്ങൾ വാർത്തകളാകുന്നത്. അപർണ എന്ന പോലീസുകാരി വള ഊരി നൽകിയതും ആംബുലൻസിന് പോകാൻ വേണ്ടി വഴി സൗകര്യം ഒരുക്കിയതുമൊക്കെ സവിശേഷമായ വിധത്തിൽ ശ്രദ്ധ നേടുന്നത് അങ്ങനെയാണ്. കാരണം പോലീസിനെ പൊതുവെ ഇങ്ങനെ നന്മയില്ലാത്ത ഒരു വർഗമായിട്ടാണ് സമൂഹം കാണുന്നത് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പിന്നിലുള്ളത്. കുറ്റവാളിയെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും തെളിവുകൾ കണ്ടെത്തുകയുമാണ് പോലീസിന്റെ ഉത്തരവാദിത്വം. അതിനു പകരം അവരെ ശിക്ഷിക്കാൻ പോലീസിന് അധികാരമില്ല. കോടതിയാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റവാളിയെ നിശ്ചയിക്കുന്നതും ശിക്ഷ വിധിക്കേണ്ടതും. കോടതിയുടെ പണി പോലീസ് ചെയ്യേണ്ടതില്ല. പോലീസ് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് കോടതിയിൽ വെച്ച് പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്നവർ മൊഴി മാറ്റി പറയുന്നത്. നിർബന്ധിതമായും ഭീഷണിപ്പെടുത്തിയും മർദ്ദിച്ചുമൊക്കെ ആയിരിക്കും അവർ മൊഴിയെടുപ്പിക്കുന്നത്. കോടതി നൽകുന്ന ആത്മവിശ്വാസത്തിൽ അവർ സത്യം തുറന്നു പറയുമ്പോൾ പുതിയൊരു കഥ കൂടിയായിരിക്കും പുറത്തു വരുന്നത്. പല സംഭവങ്ങളും നമുക്ക് മുന്നിൽ തെളിവുകളായുണ്ട്. പോലീസ് എന്നാൽ ക്രൂരരോ സാധാരണക്കാർക്ക് അപ്രാപ്യരോ ആകരുത് എന്ന ഉദ്ദേശത്തോടെയാണ് 2006 ജനമൈത്രി പോലീസിന് രൂപം കൊടുത്തത്. പോലീസും സാധാരണക്കാർക്കും ഇടയിലെ അകലം കുറയ്ക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകളിൽ 248 പോലീസ് സ്റ്റേഷനുകളാണ് ജനമൈത്രി പോലീസ് സ്റ്റേഷനുകളായി മാറിയത്. എന്നാൽ ജനങ്ങളോട് യാതൊരു വിധത്തിലുള്ള മൈത്രിയുമില്ല, പകരം വിദ്വേഷം മാത്രമേ ഉള്ളൂ എന്ന മട്ടിലാണ് ഇപ്പോഴത്തെ കേരള പോലീസിന്റെ പ്രതികരണങ്ങൾ. മുൻപ് എന്നത്തേക്കാളും ജനങ്ങൾക്കിടയിൽ ഭീതി വിതയ്ക്കാനാണ് സമീപകാല സംഭവങ്ങൾ വഴിയൊരുക്കിയിരിക്കുന്നത്. കൈക്കൂലിയും സ്വജനപക്ഷപാതവും അഴിമതിയും അധികാര പ്രീണനവുമായി പോലീസ് ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുന്നു. ജനമൈത്രി പോലീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ ആളുകൾ ചിരിക്കുകയാണ്. കാരണം ജനമൈത്രി എന്ന് പറയുന്നത് വളരെ ഒരു പരിഹാസം നിറഞ്ഞ ഒരു വാക്കായി ഇപ്പോൾ തന്നെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പോലീസിന്റെ ചില വിധിവാചകങ്ങളിൽ തലകീഴായി മറിഞ്ഞ ചില ജീവിതങ്ങളുമുണ്ട് ഇവിടെ. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പ്രതിയാക്കുന്നതിലൂടെ അനേകം നിരപരാധികളുടെ ജീവിതം കുട്ടിച്ചോറാക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ. FIR-ൽ തുടങ്ങിയുള്ള കൃത്രിമത്വങ്ങളിലൂടെ, തെളിവ് നശിപ്പിക്കൽ മുതലായ അനീതി നിറഞ്ഞ പ്രവൃത്തികളിലൂടെ എത്രയോ ജീവിതങ്ങളുടെ വെളിച്ചമാണ് പോലീസ് ഇവിടെ ഊതി കെടുത്തി കളഞ്ഞിരിക്കുന്നത്. ഈ കണ്ണീരിന് നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഉത്തരം പറയേണ്ടി വരും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കാരണം ഈ ലോകത്തിലെ ആത്യന്തിക വിജയം സത്യത്തിനാണ്. അതിനൊരുപാട് തെളിവുകളുണ്ട്. നിരപരാധികളുടെ നിലവിളികൾക്ക് ദൈവത്തിന് മറുപടി കൊടുക്കാതിരിക്കാൻ ആവില്ലല്ലോ. ഒരു അഴിച്ചുപണി പോലീസ് സേനയ്ക്കിടയിൽ നടന്നേ തീരൂ. അതിന് വൈകും തോറും പോലീസിനെ കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടും. പോലീസ് എന്ന വാക്കിന്റെ ഓരോ അക്ഷരങ്ങൾക്കും നൽകിയിരിക്കുന്ന വ്യാഖ്യാനം ഇങ്ങനെയാണ്: പി പൊളൈറ്റ്, വിനയാന്വിതരായിരിക്കുക. O ഒബീഡിയൻസ്, വിധേയത്വം, അത് സൂചിപ്പിക്കുന്നു. L ലോയൽറ്റിയാണ്, വിശ്വസ്തരായിരിക്കുക. I ഇന്റലിജൻസ് ആണ്, പോലീസുകാർക്ക് ബുദ്ധി വേണമെന്നർത്ഥം. ബുദ്ധി എന്നത് ധീരതയുടെയും ധാർമ്മികതയുടെയും കൂടി ഭാഗമാണ് എന്ന് മറക്കരുത്. C എന്ന് പറയുന്നത് കറേജ് ആണ്, പോലീസുകാർ ധീരരായിരിക്കണം. ഏത് സാഹചര്യത്തിലും ഇടപെടാൻ അവർക്ക് സാധിക്കുന്നത് ധൈര്യം ഉള്ളതുകൊണ്ടാണ്. ഈ എഫിഷ്യൻസിയാണ് കാര്യക്ഷമതയോടെ അതാത് സമയങ്ങളിൽ പ്രവർത്തിക്കാനുള്ള സന്നദ്ധതയെയാണ് അത് സൂചിപ്പിക്കുന്നത്. മറ്റൊരു സിനിമാ ഡയലോഗ് കടമെടുത്ത് പറഞ്ഞാൽ ഇതാണ് പോലീസ്, ഇതായിരിക്കണം പോലീസ്. എന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ല പോലീസ് എന്ന് അവർ തിരിച്ചറിയണം. നിശ്ചിത കാലം വരെ സർക്കാരിനെയും ജനങ്ങളെയും സേവിച്ചതിന് ശേഷം കാക്കി ഊരി വെച്ച് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ് നിങ്ങൾ എന്നുള്ള കാര്യം കൂടി ഓർമ്മയിൽ വെക്കണം. എല്ലാ കാലത്തും ഈ തൊപ്പിയും കാക്കിയുടുപ്പും നിങ്ങൾക്ക് കൂടെ ഉണ്ടാകുമെന്ന മൗഢ്യമൊന്നും പാടില്ല. ഇതില്ലാതെയാകുമ്പോഴും നിങ്ങളെ സമൂഹം ആദരിക്കണമെങ്കിൽ, ബഹുമാനിക്കണമെങ്കിൽ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ മനുഷ്യത്വം കൈവിടാതെ ജീവിക്കുക എന്നത് മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ള വഴി. എന്ത് ചെയ്താലും തങ്ങളെ ആരും ചോദ്യം ചെയ്യില്ല എന്ന ആത്മവിശ്വാസവും ഏറിയാൽ ഒരാഴ്ചത്തേക്കുള്ള സസ്പെൻഷൻ എന്ന മട്ടും ചില പോലീസുകാരെങ്കിലും വെച്ചു പുലർത്തുന്നതും ആശ്വാസമല്ല. നിയന്ത്രണമില്ലാതെ അധികാരം ലഭിക്കുമ്പോൾ അത് അടിച്ചമർത്തലിനും മേൽക്കോയ്മയ്ക്കും ഉപയോഗിക്കപ്പെടുമ്പോൾ മനുഷ്യത്വം മറക്കും എന്ന പൊതുതത്വത്തിന് അടിവരയിടുന്നതാണ് പോലീസ് ജനങ്ങൾക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ. ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം പോലീസാണെന്ന് മറക്കാതിരിക്കുക. പക്ഷേ സമീപകാലത്ത് പോലീസുകാർക്കെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയരുമ്പോഴും പോലീസ് മുൻപ് എന്നത്തേക്കാളും പേടിപ്പെടുത്തുന്നവരായി മാറിയിട്ടും പോലീസ് സ്റ്റേഷനുകളിലേക്കുള്ള ആളുകളുടെ കടന്നുവരവ് കുറഞ്ഞിട്ടില്ല. ജനങ്ങൾക്ക് പോലീസിലുള്ള വിശ്വാസം ഇനിയും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണത്.
മനുഷ്യരുള്ള കാലത്തോളം ഈ ലോകത്ത് നിലനിൽക്കുന്ന ഭരണ സമ്പ്രദായമാണ് പോലീസ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രസക്തി നഷ്ടപ്പെടുന്നില്ല എന്ന് ഓർത്തിരിക്കുക. പ്രിയപ്പെട്ട പോലീസുകാരെ, മാറേണ്ടത് നിങ്ങളാണ്, നിങ്ങളുടെ മനോഭാവമാണ്. ജനങ്ങൾ നിങ്ങളുടെ അടിമകളോ ശത്രുക്കളോ അല്ല. ജനങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ജനങ്ങൾക്ക് അർഹതപ്പെട്ട നീതിയാണ്. അതൊരിക്കലും ദാക്ഷിണ്യമോ സൗജന്യമോ അല്ല. അവർ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് നിങ്ങൾ ശമ്പളം കൈപ്പറ്റുന്നത് എന്ന് ഓർക്കുക. അതിൻ്റെ നന്ദിയെങ്കിലും കാണിക്കുക. 57,819 അംഗങ്ങളുള്ള പോലീസ് സേനയിൽ വളരെ ചുരുക്കം പേർ മാത്രമായിരിക്കാം അപമര്യാദയോടെ പെരുമാറുന്നത്. എന്നാൽ അതിൻ്റെ പേരിൽ കളങ്കപ്പെടുന്നത് ഭൂരിപക്ഷം പേർ കൂടിയാണ് എന്ന് ഓർത്തിരിക്കുക. പേ പിടിച്ച നായ എല്ലാവരെയും കടിക്കുന്നത് പോലെ, കൂടയിലെ കേടുവന്ന ആപ്പിൾ ബാക്കിയുള്ളതിനെ മുഴുവൻ നശിപ്പിക്കുന്നത് പോലെ, നിങ്ങളിൽ ഒരാൾ ബാക്കിയുള്ള മുഴുവൻ പേരെയും നശിപ്പിക്കും. അവരെ മുഴുവൻ കുറ്റക്കാരാക്കും. സമൂഹത്തിന് മുന്നിൽ എല്ലാവരും കളങ്കപ്പെടും. അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ തന്നെ മാറ്റം വരുത്തിയേ തീരൂ. ആഭ്യന്തര കലഹങ്ങളല്ല, ആഭ്യന്തര തിരുത്തലുകളും നവീകരണങ്ങളുമാണ് നിങ്ങൾക്ക് ആവശ്യം. മാറി മാറി വരുന്ന ഭരണകൂടങ്ങളുടെ ചട്ടുകങ്ങളാകാതെ സത്യത്തിനും നീതിക്കും വേണ്ടി പ്രവർത്തിക്കൂ, ജീവിക്കൂ. അല്ലെങ്കിൽ ചരിത്രം നിങ്ങൾക്ക് മാപ്പ് തരില്ല. ഏതൊരു ദുഷ്ടനെയും മരിച്ചു കഴിയുമ്പോൾ വെള്ളപൂശാൻ ഇറങ്ങിയിരിക്കുന്നവർ പോലും അടിയന്തരാവസ്ഥക്കാലത്ത് സർക്കാരിന് ഒത്താശ ചെയ്തു കൊടുത്ത് ഏത് ക്രൂരകൃത്യങ്ങൾക്കും കൂട്ടുനിന്ന ഒരു പോലീസ് അധികാരി മരണമടഞ്ഞപ്പോൾ അയാളെക്കുറിച്ച് നല്ലതൊന്നും പറയാൻ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടില്ല എന്നൊരു പാഠം നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടാകണം. ഒറ്റക്കോളം വാർത്തയിൽ ഒതുങ്ങിപ്പോയ ഒരു ചരമ വാർത്ത മാത്രമായി പോയി അത്. പിൽക്കാല തലമുറയ്ക്ക് പോലും അപമാനം വരുത്തി വെച്ച അത്തരമൊരു പോലീസുകാരനായി ജീവിച്ച് മരിക്കാൻ ഇടയാകാതിരിക്കട്ടെ നിങ്ങളുടെ ജീവിതങ്ങൾ.